ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഈ ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണിക്കുന്നത്. ഒത്തിരി നാളുകൊണ്ട് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനങ്ങ് മാറ്റി വെച്ച. ഇന്ന് എന്തുവാണെങ്കിലും അതാ കാണിക്കുന്നത്. അത് നിങ്ങൾ കാണണം. കണ്ടതിന് ശേഷം അഭിപ്രായമൊക്കെ പറയണം. ഇനി നമുക്ക് വ്ളോഗിലോട്ട് പോകാം. ഇനി ചായ ഉണ്ടാക്കാനായിട്ട് ചായ വെച്ചിട്ടുണ്ട്. രാവിലെ ഇവിടെ കട്ടൻ വെള്ളം കൂടിയൊന്നുമില്ല, ചായയാണ് കുടിക്കുന്നത്. കാപ്പി കുടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയുണ്ട്. അത് വല്ലപ്പോഴും ഈ തലവേദന അങ്ങനെ വരുമ്പോൾ ഞാൻ ഇച്ചി കുടിക്കത്തേ ഉള്ളൂ. ഇവിടെ പോൾമോനും കുടിക്കും, ബാക്കി ആരും അങ്ങനെ കട്ടൻ കാപ്പി കൂടിയില്ല. ഇവിടെ ചായ മക്കളും അങ്ങനെ കുടിക്കാറില്ല. ചിലപ്പോൾ അവർക്ക് തോന്നുന്ന അനുസരിച്ച് അവർ കുടിക്കും. ഇവിടെ ഇച്ചിരി കൂടുതൽ ചായ വേണം, കാരണം ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കുടിക്കണം. രാവിലെ ഇഡലിക്കുള്ള മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇഡലിപ്പാത്രം വെച്ച് അത് വെള്ളം ഒഴിച്ചതിന് ശേഷം തട്ട് വെച്ച് തട്ടിൻ്റെ അകത്ത് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ച് 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പൊ ഇഡലി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഞാൻ 2 ദോശയും കൂടെ ഉണ്ടാക്കാൻ പോവാ. ഇനി ഇഡലി നമുക്ക് ഇളക്കിയെടുക്കാം. ഇഡലി ഇളകാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന സ്പൂൺ ഒന്ന് അതിലോട്ട് മുക്കിയാൽ മതിയേ. ഇഡലിക്കും ദോശയ്ക്കും സാമ്പാറാ രാവിലെ. ഹസ്ബൻഡിന് ടിഫിന് ദോശ മതിയെന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് പാത്രങ്ങൾ കഴുകി വെക്കണം. ഞാനിപ്പോ മീൻ വെട്ടാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അതിന്റെ ഐസ് ഒന്ന് മാറട്ടെ.
ഇതെന്റെ ഒരു പഴയ ചീനിച്ചട്ടിയാ. അതിൻ്റെ അകത്താ ഞാൻ മീനൊക്കെ വെട്ടുന്നത്. ഇച്ചിരി വീതി ഉണ്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ അകത്തായിട്ട് ഞാൻ മീനൊക്കെ വെട്ടുന്നത്. തോരൻ വെക്കാൻ പയറ് വെള്ളത്തിലെടുത്തിടുക. ഇത് കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ. ഇനി വാഷിങ്ങിന് തുണി ഇടുക. ഇതിപ്പോ ഇവിടെ ഈ വെള്ളം നമുക്ക് ഒരു സമയത്തേ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വെള്ളം പൈപ്പിട്ട് എക്സ്ട്രാ നമുക്ക് ഈ ആദ്യത്തെ വാഷിങ് കഴിയുമ്പോൾ എക്സ്ട്രാ വെള്ളം നമുക്ക് ഇടേണ്ടി വരും. ഇതിപ്പം വാഷിങ് കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോ ഇത് ക്ലോസ് ചെയ്തിട്ട് എനിക്ക് വെള്ളം ഒഴിച്ചിടാക്കും. നമ്മളിപ്പോ ഡയറക്റ്റ് വെള്ളം നല്ല ഫോഴ്സിൽ വരുവാണെങ്കിൽ അങ്ങ് ചാലുവായിട്ടിരുന്നാൽ മതിയല്ലോ. ഇതിപ്പോ ഇങ്ങനെ ആകുമ്പം വെള്ളം നമ്മൾ പൈപ്പിൽ പിടിച്ചൊഴിക്കണമെങ്കിൽ ക്ലോസ് ചെയ്തിടണം. ഞാൻ ഇന്ന് ക്ലോസ് ചെയ്തിട്ട് ഇനി പൈപ്പിട്ട് കുറെ നേരം എടുക്കും. അതുകൊണ്ട് ഇവിടെ അടുത്ത് നിൽക്കണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിറഞ്ഞു പോയാൽ പിന്നെ അത് എനിക്ക് അറിയത്തില്ല, പിന്നെ അത് കവിഞ്ഞു പോകും. നമ്മുടെ അല്ലാതാണെങ്കിൽ നമുക്ക് അത് ടൈം ആകുമ്പം അത് തന്നെത്താൻ ആയിക്കോളുമല്ലേ. അത് ഇച്ചിരി കംഫർട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ഒരു 10-15 മിനിറ്റിനകം ഇത് നിറയും. അല്ല, അത്രയും വേണ്ടെന്ന് തോന്നുന്നു. ഞാനൊരു അന്താസ് കണക്കല്ലായിരുന്നു 15 എന്ന് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടൊന്ന് നോക്കി. ഇന്ന് സമയം കറക്റ്റ് 13 മിനിറ്റ് എടുത്തു വെള്ളം നിറയാൻ. ഇനിയിപ്പോ ഇതിനി കൂടെ വെക്കേണ്ട ആവശ്യമില്ല. അരി ഇടാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം അരിയുടെ വെള്ളം ബോയിലായിരുന്നു. ഞാൻ അരി ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞത് തിളച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഒന്ന് ഞാൻ ചെറിയ തീയിൽ തിളപ്പിച്ചിട്ട് പിന്നെ ഞാൻ അടച്ചങ്ങിടും. പിന്നെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ച് എടുക്കും. അപ്പോഴത്തേക്ക് അത് വെന്തിരിക്കും. ബോയിൽ റൈസ് ആയിട്ടേക്കുന്നത്. ഇപ്പൊ ഇപ്പൊ വെള്ളത്തിന് പ്രോബ്ലം അല്ലേ, അതുകൊണ്ട് ഞാൻ പയർ 1-2 പ്രാവശ്യം കഴുകിയ വെള്ളം കളയാതെ ഞാനിവിടെ 2 ചെടിയുണ്ട്, അതിന് ജനലേ കൂടെ വെച്ച് വെള്ളം ഒഴിക്കട്ടെ. റൈസമ്മോനാ പിടിച്ചൊഴിക്കുന്നത്. മതി, ബസ് അവിസ്കോ. ഇതിന് മതി. ഇതിപ്പം പയറിന്റെ വാലും ഞെട്ടും ഒക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇത് ചിലത് പൊളിച്ചിടാനുള്ളതുകൊണ്ട് അതൊന്ന് പൊളിച്ചിടും. പിന്നെ എനിക്ക് കൈ കൊണ്ട് അരിയുന്നത് വാക്കും, കട്ടിങ് പാടി വെച്ച് അരിയുന്നതിനേക്കായി. എനിക്കിതാ വാക്ക്. പിന്നെ കാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പയറും ബീൻസ് ഒക്കെ ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ ആ ചോപ്പറിലങ്ങ് അരിയും. പടവലങ്ങ ഞാൻ ആ ചോപ്പറിൽ അരിഞ്ഞിട്ടുള്ള. ഇനി നമുക്ക് മീൻ വെട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞ് ഒത്തിരി ഐസ് പോയിട്ട് എടുക്കരുത്, ഇത്തിരി കട്ടിയോട് എടുക്കണം. ആദ്യം ഞാൻ ചെയ്യുന്നത്, ഇത് ചൂരമീനാ. ഇത് വലിയൊരു മീനായിരുന്നു. അത് ഞാൻ 2-3 പീസ് ആക്കിയതാ. ആ മുള്ളിന്റെ അവിടുത്തെ സൈഡിലത്തെ മുള്ള് ചെത്തിക്കളയണേ. ഇവിടുത്തെ അതുപോലെ. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഒരു ഇച്ചിരി പിച്ചാത്തി കൊണ്ട് ഈ സ്കിൻ ഇങ്ങനെ ഒന്ന് ആക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കൈ
ഈ പുളിവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ട് അതിലൊന്ന് തൊട്ടരാം, കാരണം കയ്യ് തെന്നത്തില്ല. എന്നിട്ട് ഏത് കയ്യ വാക്കെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് അതും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ അമക്കി വിരലും കൊണ്ട് ഇങ്ങനെ അമക്കി കൊടുക്കണേ. എന്നിട്ട് സ്കിൻ ഒന്ന് വലിച്ചാൽ മതി പതുക്കെ. ഇപ്പം ഞാൻ ഈ മീൻ നന്നായി കഴുകി അതിൻ്റെ അകത്തോട്ട് ആ പുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു കുടം വെളുത്തുള്ളിയും ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി വഴറ്റി ഈ മീനിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പം മീൻ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില വിതറാം. ഇതിപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് ചട്ടിയിലിരുന്ന് പറ്റിയ മീനാണ്. ഇനിയിപ്പം കിച്ചണിനെ കുറച്ചൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ തുണി വിരിക്കാൻ വന്നത്. അതിപ്പം വെള്ളമെല്ലാം ഉണങ്ങി വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. അതിപ്പോ നല്ല ചൂടുമല്ലേ. പിന്നെ രാവിലെ പിള്ളേരുടെ ബുക്ക് പോൾമോന്റെ വേണ്ടാത്ത ബുക്കെല്ലാം ഞാൻ എടുത്ത് മാറ്റി അവിടെ എല്ലാം ഒന്ന് ഒതുക്കി. ഇതിന്റെ ഇടയ്ക്ക് കുറെ പണികളൊക്കെ ചെയ്തു. ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എല്ലാം കൂടെ അങ്ങ് ആങ്കർ വെച്ചിട്ട് പിന്നെ എടുത്ത് മേളിലോട്ട് അങ്ങിടാം. നല്ല കാറ്റിന്നടിക്കുന്നുണ്ട്. ഞാൻ ഈ ജനൽ അങ്ങനെ തുറന്നിടാറില്ല. റോഡ് സൈഡല്ലേ, പൊടി ഭയങ്കരമായിട്ട് അടിക്കും. പിന്നെ ഇപ്പൊ ഞാൻ ചൂട് കാരണം ആയതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് തുറന്നിട്ടതാ. അപ്പൊ നല്ല കാറ്റ് വരുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഇത് ഒരു പ്രാവശ്യം ഹസ്ബൻഡ് വാങ്ങിച്ചോണ്ട് വന്നേ. എവിടെ ഇങ്ങനെ മാർക്കറ്റിൽ പോണേ അവിടെ ഇങ്ങനെ ഒരു പാക്കറ്റ് 6 എണ്ണം ഇരിക്കുന്നു. ഈ വാഷിംഗ് മെഷീൻ്റെ അകത്തൊക്കെ ഇട്ടാ കോളറിന്റെ അകത്ത് അഴുക്കൊക്കെ പോകുമെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഞാനിപ്പോ അതിന്റെ ഈ ലൈറ്റ് കളറൊക്കെ ഉള്ളതെല്ലാം കയ്യിലാ കഴുകുന്നത്. ഇപ്പൊ തുണികളെല്ലാം വിരിച്ചിട്ടു. ഞാൻ പറഞ്ഞില്ലേ ആ വാഷിംഗ് മെഷീൻ ഇടുന്നത്, അത് ഒരെണ്ണം തുണിക്കകത്ത് കയറി വന്നിയാ. ഇതിപ്പോ 5 എണ്ണേ ഉള്ളു. ഇനിയും വേറെ ബാക്കി തുണി എനിക്ക് അപ്പുറത്തെ വിരിക്കാണ്ട്. ആ തുണിക്കകത്തും കണ്ട് ഒരെണ്ണം കൂടെ കയറിയിട്ടുണ്ട്. ഇതിപ്പം ചോറും വെന്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വെള്ളം ഊറ്റിയിടാൻ പോവാ. ഇതിപ്പോ തോരൻ ഞാൻ ഉണ്ടാക്കുന്നതിന്റെ അത് വീഡിയോ ഇത് കിട്ടിയില്ല. ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയും 2 സവാളയും 2 പച്ചമുളകും കൂടെ എല്ലാം കൂടെ ഞാൻ ഇതിൽ ഞെവിടുമായിരുന്നു ഇപ്രാവശ്യം. എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് ഇത് അതിൻ്റെ അകത്ത് ചേർത്ത് ആവശ്യത്തിലുള്ള ഉപ്പും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഒതുക്കി വേവിച്ചതിന് ശേഷം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇത് ഉണ്ടാക്കിയത്. പയറുതോരൻ നമ്മുടെ റെഡിയാണ്. ഇപ്പൊ സമയം 2:20 ഞാൻ തുണികളും വിരിച്ചു കഴിഞ്ഞ്
ഉച്ചക്കത്തെ എല്ലാം ആയി. ഈ ഷൂട്ടിംഗ് എടുക്കുന്ന ദിവസം ഉച്ചക്ക് എനിക്ക് ഇത്തിരി ലേറ്റ് ആവും. കാരണം ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്തിരി പ്രയാസം വരും, എല്ലാം ശരിയാക്കി എടുക്കാൻ അതുപോലൊക്കെ. അല്ലാത്തപ്പം പെട്ടെന്ന് എനിക്ക് ഉച്ചക്കത്തെ ആവും. ഇപ്പൊ വൈകിട്ട് 5 മണിയാകാറായി. ഞാൻ ഒന്ന് കോഫി ഉണ്ടാക്കാം. പാല് കാച്ചുക. ചായയുടെ കൂടെ പിന്നെ കപ്പലണ്ടി ചുമ്മാ ഒന്ന് വറുത്ത് എടുക്കുക. ഇവൻ സാധാരണ കോഫി ഒന്നും കുടിക്കുന്നതല്ല. ഇന്ന് അവനും ഇച്ചിരി കോഫി വേണം. അതിന് ബദാം കൊടുത്തേക്കൊണ്ടില്ല. ഇത് വേണ്ടേ? ഇത് വേണോന്ന് പറഞ്ഞോ? ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. പൈസമോൻ മുമ്പിൽ സൈക്കിളും കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഒന്ന് നടക്കാമെന്ന് പറഞ്ഞു. എന്താ നിന്നത്? എന്താ നോക്കുക? എടാ ഇവിടെ ഇരിക്കുവാന്ന് ചേരം. ഞാൻ എന്നാ പോട്ടോ നടക്കട്ടോ? ടയേർഡായി പോയോ? പതുക്കെ പോയാൽ മതി. അവന്റെ വണ്ടിയുടെ എഞ്ചിന്റെ ഓയില് പോയെന്നും പറഞ്ഞ് അവൻ ആക്ഷൻ കാണിക്കും കേട്ടോ. ടീ കായോ? ടീ കായെങ്കി വാ. ഓക്കെ. വാ. എഞ്ചിന്റെയാ? വാ. വാ. തിരിച്ച് നടന്നിട്ട് പിന്നെ വന്നാൽ അവൻ ഇച്ചിരി സ്ലൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. വാ. കള്ളം പറയല്ലേ. ഊഞ്ഞാലാടണേ പോയി ആട്. അതിൽ പോയി കളിച്ചോ. ഊഞ്ഞാലാട്. ഇപ്പം നടന്ന് എല്ലാം കഴിഞ്ഞ് മുട്ടയും വാങ്ങിക്കണമായിരുന്നു, പാലും വാങ്ങിക്കണമായിരുന്നു. പോളുമ്പോൾ കുളിക്കാൻ പോയി. ഇപ്പൊ ഇവനെ ഞാനിന്ന് കുളിപ്പിച്ചു വന്നു. ഭയങ്കര ചൂടാ. അവൻ അങ്ങോട്ട് വന്നേ പൗഡർ എടുത്തിട്ടുണ്ടോ?
ഇതാ പൗഡർ ഇടണോ? ഇതാ ഇതാ ഇങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞേ. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. What is your name? PC. No. Turn it in a full form. My name is Present. Santosh. What? My name is Present Santosh. Now tell me the poem of Billy Cameron. Kakachi Dupabalan. Kakachi Dupabalan. Billy Masile Angada. Candy of Sojati. Chango Vileda Vade. Examine the card. Now, tomato, little tomato. Little tomato. What shall we eat? Fried bread butter. How shall we cut it? With a big knife. Who shall we share with? With big bite. Starting. Okay. Tell from start. My name is Tracy. I study in. I am $4 years old. 4 years old. I study in nursery C. Okay. I will tell you a story. I will tell you a new story of two beggars. Two beggars used to live in get up a temple every day to beg for money and food. Ganpat was blind and could not see, going on left and could not walk. One day, they heard that a rich man was holding a pig's feast for the beggar. Govi said, Ganpat, I will carry you on my back if you will lead the way. So Ganpat carried Govind on his back. For us, the story is we must always stand to help one another. Good job! ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവരും കണ്ടതിന് ശേഷം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണേ. ഇനിയൊരു വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.